രാജസ്ഥാൻ ഇന്ന് ചെന്നൈ ടീമിനെതിരെ തോറ്റിരിക്കുകയാണ്. 141 റൺസ് മാത്രമേ രാജസ്ഥാന് എടുക്കാൻ സാധിച്ചുള്ളൂ. രാജസ്ഥാൻ ബാറ്റിങ്ങിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. രാജസ്ഥാന്റെ കയ്യിൽ വിക്കറ്റുകൾ ഉണ്ടായിരുന്നു. റിയാൻ പരാഗ് അവസാനം വരെ ക്രീസിലുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഒരു ബൗണ്ടറി പോലും നേടാൻ സാധിക്കുന്നില്ല. റിയാൻ പരാഗ് മികച്ചൊരു പ്ലെയറാണ്. അദ്ദേഹത്തിന് പോലും കളിക്കാൻ സാധിക്കുന്നില്ല. രാജസ്ഥാൻ ടീമിന്റെ കുഴപ്പമല്ലെന്ന് ആരാധകർക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം സഞ്ജു വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം സഞ്ജു ദേഷ്യപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ജയിച്ചെങ്കിൽ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തിയേനെ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. പിച്ച് വളരെ സ്ലോ ആണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് ഈ കുഴപ്പം ഇന്നുണ്ടായത്. ഇന്ന് ചെന്നൈയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ കളി ജയിച്ചേനെ. ആദ്യ ബാറ്റിങ്ങിലാണ് ഈ പിഴവ് ഉണ്ടായിരിക്കുന്നത്. ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. സാധാരണ ഞങ്ങൾ രാത്രിയാണ് കളിക്കാറ്. ഇന്ന് പകലാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊരു തോൽവിയായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. കളി തോറ്റത് ഞങ്ങളുടെ കുറ്റമല്ല, അത് പിച്ചിന്റെ പ്രശ്നമാണ്. അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകരും അതാണ് ആലോചിക്കുന്നത്. റിയാൻ പരാഗ് വരെ അവിടെ ക്രീസിലുണ്ടായിരുന്നു. വിക്കറ്റുകൾ പോയിട്ടല്ല രാജസ്ഥാൻ വീണത്. എന്നിട്ടും അവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഒരു ബൗണ്ടറി പോലും പോകുന്നില്ല. ഇതാണപ്പോൾ കാരണം. സഞ്ജു കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്: ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇത് സ്ലോ പിച്ചാണ്. സെക്കൻഡ് ബാറ്റുകാർക്ക് ഈസി ആയിട്ട് ഇവിടെ കളിക്കാൻ സാധിക്കും. അല്ലാതെ രാജസ്ഥാൻ ടീം ഒരിക്കലും 141 റൺസ് എടുക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.